ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ഹെഡ്ജിങ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസിൽ ഹെഡ്ജിങ്ങിനുള്ള പ്രാധാന്യം എന്താണ് എന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ഹെഡ്ജിങ് എന്താണ്, ഹെഡ്ജ് ചെയ്യണം, സ്റ്റോപ്പ് ലോസിന് പകരം ഹെഡ്ജിങ് യൂസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാം, ഇതെങ്ങനെ സക്സസ്ഫുള്ളി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസിൽ നമുക്ക് പൊസിഷനിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജി കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. ഓപ്ഷൻസിനെ കുറിച്ചിട്ടും ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചിട്ടും നമ്മൾ ഒത്തിരി വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഐ ബട്ടണിൽ പോയിട്ട് ആ വീഡിയോസ് കണ്ട് തീർക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഹെഡ്ജിങ് എന്ന് നമുക്ക് ആദ്യമേ നോക്കാം. സോ നമ്മൾ ഓൾറെഡി നമ്മൾ സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുമ്പോഴും നമ്മൾ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്? നമ്മുടെ ട്രേഡ് റോങ് ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിലല്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലോസിന് ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നത്. സോ മാർക്കറ്റ് അപ്സൈഡ് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൾ ഓപ്ഷനെ ബൈ ചെയ്യാനോ പുട്ട് ഓപ്ഷനെ സെല്ല് ചെയ്യാനോ സാധിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൾ ഓപ്ഷനെ സെല്ല് ചെയ്യാനോ പുട്ട് ഓപ്ഷനെ ബൈ ചെയ്യാനോ സാധിക്കും. ഇവിടെ ബൈ ചെയ്യുന്ന സെനാരിയോസിൽ നമുക്ക് ബൈ ചെയ്യുന്ന പ്രീമിയം മാത്രമേ ലോസ് വരാൻ സാധ്യതയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ സെല്ലിങ്ങിൽ അങ്ങനെയല്ല, നമ്മുടെ ലോസ് അൺലിമിറ്റഡ് ആണ്. ഓവർനൈറ്റ് ഒക്കെ വലിയ ഗ്യാപ്പ് അപ്സും ഗ്യാപ്പ് ഡൗൺസും ഒക്കെ വരുമ്പോൾ ഒരു ഹ്യൂജ് ലോസിലോട്ടൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ മാർക്കറ്റ് അപ്സൈഡ് പോകും എന്ന് വിചാരിച്ച് നമ്മളൊരു പുട്ട് സെല്ല് ചെയ്യുമ്പോൾ തൊട്ട് താഴെ നമുക്കൊരു പുട്ട് ബൈ കൊടുത്തുകൊണ്ട് അതിനെ നമുക്ക് ഹെഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻ കേസ് മാർക്കറ്റ് താഴത്തോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ലോസ് നമുക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ മാർക്കറ്റ് ഡൗൺ സൈഡ് പോകുമെന്ന് വിചാരിച്ച് നമ്മൾ കോൾ സെല്ല് ചെയ്തു, പക്ഷേ മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ നമുക്കൊരു ഹ്യൂജ് ലോസ് വരില്ലേ. ഈ ഒരു ലോസിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കോൾ ബൈ അവിടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഹെഡ്ജിങ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതിന് കൂടെ തന്നെ ഞാൻ എന്തായാലും സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഇതുപോലെ തന്നെ കോൾ, ഡെബിറ്റ് സ്പ്രെഡ്സും ക്രെഡിറ്റ് സ്പ്രെഡ്സും എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് പൊസിഷനിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു സൂപ്പർ ഡൂപ്പർ സ്ട്രാറ്റജി കൂടി ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. നമ്മൾ ഒരു മന്ത്ലി അല്ലെങ്കിൽ ഒരു വീക്കിലി ട്രേഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്കൊരു 1 hour ക്യാൻഡിലൊക്കെ ഇട്ടിട്ടാണ് വേണം നമ്മൾ മാർക്കറ്റിൽ നോക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, മാർക്കറ്റ് ഒരു ലോവർ ലോ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് താഴത്തോട്ട് പോകുന്നത്. ഇവിടെ ഒരു കൃത്യമായിട്ടൊരു ട്രെൻഡ് ലൈൻ കൂടി കീപ്പ് ചെയ്യുന്നുണ്ട്. സോ നമുക്കത് കൃത്യമായിട്ട് തന്നെ വരയ്ക്കാം. ഒരു ട്രെൻഡ് ലൈൻ കൂടി കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലൊരു ട്രെൻഡ് ലൈൻ മാർക്കറ്റ് വളരെ കൃത്യമായിട്ട് കീപ്പ് ചെയ്തിട്ടാണ് താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊന്ന് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാം, ഒന്ന് ഈ ലെവൽ കൃത്യമായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴത്തോട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ട്രേഡ് ചെയ്യാൻ സാധിക്കും, നമുക്കിവിടെ ഒരു കോൾ ഓപ്ഷനെ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും, ഇല്ലേ? കോൾ ഓപ്ഷനെ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് നമ്മൾ കോൾ സെല്ല് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് മുകളിലോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ഉറപ്പായിട്ട് നമ്മുടെ കോൾ ഓപ്ഷനിൽ നിന്ന് നമുക്ക് അൺലിമിറ്റഡ് ലോസ് വരും. ഞാൻ നേരെ സെൻസിബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ട്രേഡിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന 19,400 ഈ ഒരു സ്പോട്ട് അല്ലേ, 19,400 കോൾ ഓപ്ഷനെ സെല്ല് ചെയ്ത് നിങ്ങൾക്ക് ഗ്രാഫ് കാണിച്ചു തരാം. ഞാൻ മന്ത്ലിയാണ് സെല്ല് ചെയ്യുന്നത്. ഇപ്പോൾ ഓഗസ്റ്റ് 24 ആയിട്ടുണ്ട്. നമുക്ക് സെപ്റ്റംബർ 28 19,400 കോൾ ഓപ്ഷനെ സെല്ല് ചെയ്യാം. മാർക്കറ്റ് താഴത്തോട്ട് പോകുന്ന എന്നുള്ള വ്യൂവിൽ നമ്മൾ കോൾ ഓപ്ഷനെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗ്രാഫിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകും എന്താണ്, നമ്മൾ സെല്ല് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴത്തോട്ട് പോകുന്തോറും നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. ഏകദേശം 15,000 രൂപയുടെ ഒരു പ്രോഫിറ്റാണ് നമുക്ക് കിട്ടുക. 14%. നമുക്ക് ഏകദേശം 1,00,000 രൂപ ക്യാപിറ്റൽ ആവശ്യമാണ്. 63% നമ്മൾ വിൻ ചെയ്യാൻ പ്രോബബിലിറ്റി ഉണ്ട് എങ്കിലും ഇവിടെ മാർക്കറ്റ് നമ്മുടെ വ്യൂവിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോയാലും ഒരു ലിമിറ്റ് വരെ നമ്മൾ സേഫാണ്, റൈറ്റ്? എത്ര വരെ? 19,700 ഉള്ളിൽ മാർക്കറ്റ് ഒരു മാസം കൊണ്ട് എക്സ്പയർ ആയാലും നമ്മൾ സേഫാണ്. അപ്പോൾ നമ്മുടെ വ്യൂ തെറ്റിപ്പോയി മാർക്കറ്റ് ഒരു ഇച്ചിരി മുകളിലോട്ട് പോയാലും നമുക്ക് എന്ത് കിട്ടും, നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. എന്നാൽ
ഭയങ്കരമായിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു അൺലിമിറ്റഡ് ലോസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ ഹെഡ്ജിങ് എന്ന് പറയുന്ന ഒരു പർപ്പസിലോട്ട് വരുന്നത്. അപ്പോൾ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തുകൊണ്ട് നമ്മൾ ഏതാണ് ഹെഡ്ജ് കൊടുക്കുക? കോൾ ഓപ്ഷൻ OTM നമ്മൾ എവിടെയാണോ സെല്ല് ചെയ്ത് അതിനേക്കാൾ ജസ്റ്റ് 100 പോയിൻ്റൊക്കെ പുറത്ത് പോയിട്ട് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഹെഡ്ജ് കൊടുക്കാനായിട്ട് സാധിക്കും. 19,400 കോൾ നമ്മൾ സെല്ല് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? 19,500 കോളിനെ ബൈ ചെയ്തുകൊണ്ട് ഇവിടെ മാർക്കറ്റിൽ കൃത്യമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ എന്ത് പറ്റി? അൺലിമിറ്റഡ് ലോസിന് പകരം നമ്മുടെ ലോസ് ഇവിടെ ലിമിറ്റഡായി 2200 രൂപയുടെ ലോസ് എന്നുള്ള രീതിയിൽ നമ്മുടെ ലോസ് ലിമിറ്റഡായി. എന്നാൽ പ്രോഫിറ്റ് കുറഞ്ഞു അല്ലേ? 2800 രൂപ മാത്രമായിട്ട്. എന്നാൽ നമ്മുടെ യൂസ്ഡ് ക്യാപിറ്റൽ 1,10,10,000 നിന്ന് എത്രയായിട്ട് കുറഞ്ഞു? 37,000 കുറഞ്ഞു. ഇൻ കേസ് നമ്മൾ സെല്ല് ചെയ്തതിന് ശേഷം ഒരു 19,450 താഴത്തെ എവിടെ നിന്നാലും പ്രോഫിറ്റ് ആകും എന്നുള്ള ഒരു അവസ്ഥയിലെത്തി. ഇതുപോലെ തന്നെ ഇതിപ്പോൾ മാർക്കറ്റ് നമ്മൾ വിചാരിച്ച ലെവലിന് മുകളിലോട്ട് പോവില്ല എന്നുള്ളൊരു വ്യൂവിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്പ്രെഡ്സ് ചെയ്യുക. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു വ്യൂ കൂടി ചെയ്യാം. ഇനി ഇവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് പോകും, മുകളിലോട്ട് പോവില്ല എന്നുള്ളത് ഈ ഒരു റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. എന്നാൽ ഇവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് പോകും എന്ന് വ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുട്ട് ഓപ്ഷനെ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ബൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ലിമിറ്റഡ് ലോസ് മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഇവിടെ ഒരു പുട്ട് ഓപ്ഷനെ ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു സ്ട്രൈക്കിൽ 19,400 അല്ലെങ്കിൽ 19,500 എന്ന് പറയുന്ന അല്ലെങ്കിൽ 19,500 എന്ന് പറയുന്ന സ്ട്രൈക്കിനെ നമ്മൾ പുട്ട് ഓപ്ഷനെ നമ്മൾ ബൈ ചെയ്തു. ബൈ ചെയ്താൽ എന്താണ്? മാർക്കറ്റ് താഴത്തോട്ട് പോകും തോറും നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അല്ലെങ്കിൽ 19,400 പുട്ട് ഓപ്ഷനെ നമ്മൾ ബൈ ചെയ്തു. മാർക്കറ്റ് താഴത്തോട്ട് പോകും തോറും നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഞാൻ 500 തന്നെയാണ് ആഡ് ചെയ്യുന്നത്. സോ നേരത്തെ ആഡ് ചെയ്തത് അത് തന്നെയാണല്ലോ. സോ 19,400 തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 19,500 തന്നെ നമ്മൾ പുട്ട് ഓപ്ഷനെ ബൈ ചെയ്യുന്നു. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ലോസ് എത്രയുണ്ട്? 12,000 രൂപയുടെ ഒരു ലോസ് ഉണ്ട്. അപ്പോൾ ഈ ലോസിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ OTMലുള്ള ഒരു പുട്ട് ഓപ്ഷനെ തന്നെ നമ്മൾ സെല്ല് ചെയ്യും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് നോക്കൂ. ലിമിറ്റഡ് പ്രോഫിറ്റാണ്, 2,800 രൂപയുടെ പ്രോഫിറ്റേ ഉള്ളൂ. എന്നാൽ മാർക്കറ്റ് താഴത്തോട്ട് പോയാൽ നമുക്ക് ഒരു ലിമിറ്റഡ് പ്രോഫിറ്റ്, എന്നാൽ മുകളിലോട്ട് പോയാൽ ഒരു ലിമിറ്റഡ് 2,000 രൂപ എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് ലോസിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എന്താണ്? DK അവിടെ ആ ഒരു സ്പോട്ടിൽ നിന്നാൽ പോലും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ ഇത് ട്രേഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ DKനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് ഡൗൺ സൈഡിലോട്ട് മാത്രമല്ല അപ്പ് സൈഡിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള സ്പ്രെഡ്സ് നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് ഹെഡ്ജ് ചെയ്ത് നല്ല പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇനി മറ്റൊരു വീക്കിലി പൊസിഷണൽ സ്ട്രാറ്റജിയാണ് ഞാനായിട്ട് ഇന്ന് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ വളരെ അടിപൊളിയായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ സ്ട്രാറ്റജിയുടെ ബാക്ക് ടെസ്റ്റ് ഡാറ്റ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ആദ്യമേ സ്ട്രാറ്റജിയുടെ കണ്ടീഷൻസ്, എൻട്രി റൂൾസ് ഓഫ് പൊസിഷണൽ ട്രേഡിംഗ് സിസ്റ്റം നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഒരു ട്രേഡ് ചെയ്യേണ്ടത് എല്ലാ ഫ്രൈഡേയും എക്സ്പയറി ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത്രയും നാൾ നമുക്ക് വ്യാഴാഴ്ചയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി എക്സ്പയറി എന്ന് പറയുന്നത് വ്യാഴാഴ്ചയായിരുന്നു. അപ്പോൾ ഇനി മുതൽ ചിലപ്പോൾ അത് ബുധനാഴ്ചത്തോട്ട് മാറുകയാണെങ്കിൽ നമ്മുടെ എൻട്രി എന്നത്തേക്ക് മാറും? വ്യാഴാഴ്ച. വീക്കിലി എക്സ്പയറി എന്നാണോ അതിൻ്റെ നെക്സ്റ്റ് ഡേ രാവിലെ 9:20 നമ്മൾ ഷോർട്ട് സ്ട്രാഡിലിൻ്റെ ഓപ്ഷൻസ് നമ്മൾ സെല്ല് ചെയ്യണം. അതായത് അറ്റ് ദ മണി കോളും അറ്റ് ദ മണി പുട്ടും നമ്മൾ എന്ത് ചെയ്യണം? സെല്ല് ചെയ്യുകയാണ്. എന്നിട്ട് 50% പ്രീമിയം സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ ATM 100 രൂപയാണെങ്കിൽ 150 രൂപയായിരിക്കും നമ്മുടെ പൊസിഷനിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്, കോളിനും പുട്ടിനും. അപ്പോൾ വീക്കിലി ഷോർട്ട് സ്ട്രാഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്ട്രാറ്റജിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ഒരു ലെഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ്, ഏതെങ്കിലും ഒരു ലെഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലെഗ് ഒറ്റയ്ക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റാക്കുകയാണ്. ഇപ്പോൾ കോൾ സൈഡ് 150 രൂപയ്ക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ കോൾ സൈഡ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? എക്സിറ്റ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ രണ്ടും കൂടി ഒന്നിച്ച് എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് പുട്ട് സൈഡിൻ്റെ സ്റ്റോപ്പ് ലോസ്
ഈ പറയുന്ന 150 മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം കൊണ്ട് ഏകദേശം 11% മൊത്തം 856 പോയിൻ്റ് ആണ് നമുക്കൊരു വർഷം കൊണ്ട് 52 ആഴ്ച കൊണ്ട് ഏകദേശം കിട്ടുന്നത്. അപ്പോൾ ഏകദേശം 11% ഒരു വലിയ റിട്ടേൺ തന്നെയാണ് ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് ഒരു വർഷം കൊണ്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അത് മോശമുള്ള റിട്ടേൺ ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. എന്നാൽ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കാനായിട്ട് പോവാണ്? ഹെഡ്ജ് ഉപയോഗിക്കാനായിട്ട് പോവാണ്. എന്ത് ചെയ്തു നമ്മൾ കോളും പുട്ടും സെല്ല് ചെയ്തിട്ട്, ബാങ്ക് നിഫ്റ്റി കോളും പുട്ടും സെല്ല് ചെയ്ത് 4000 പോയിൻ്റ് ഡിസ്റ്റൻസിൽ ഹെഡ്ജ് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു ഹെഡ്ജ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസിൻ്റെ ആവശ്യമില്ല അല്ലേ? നമുക്ക് സ്റ്റോപ്പ് ലോസ് വേണ്ട. കൃത്യം എക്സ്പയറി ഡേയിൽ നമുക്ക് എക്സിറ്റ് അടിക്കാനും പറ്റും, നമുക്ക് ചെറിയ ക്യാപിറ്റലിന് ചെയ്യാനും പറ്റും. അപ്പോൾ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് ഈ ഒരു ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ബാക്ക് ടെസ്റ്റഡ് ആയിട്ട് ഹെഡ്ജാണ്. ചില സമയത്തൊക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം മാർക്കറ്റ് തിരിച്ചു വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയല്ല ചെയ്യുന്നത്, അതിന് പകരം ഹെഡ്ജ് പൊസിഷൻ 4000 പോയിൻ്റ് ഡിസ്റ്റൻസിൽ പോയിട്ട് ഹെഡ്ജ് ചെയ്യുകയാണ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അൺവാണ്ടഡ് സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റാകില്ല, നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. സോ ഇങ്ങനെ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു വർഷം കൊണ്ട് 58% ഒരു ഹ്യൂജ് പ്രോഫിറ്റ് തന്നെയാണ് ഈ ഒരു ഷോർട്ട് സ്ട്രാറ്റജി തന്നിരിക്കുന്നത്. ഞാനിത് നിങ്ങൾക്ക് സെൻസിബിളിൽ കൂടി ഈ ഒരു ആഴ്ചയാണെങ്കിൽ എന്തായിരിക്കും നടക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ബിൽഡ് ചെയ്ത് കാണിച്ചു തരാം. സോ ബാങ്ക് നിഫ്റ്റി നമ്മൾ എടുക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയിലെ വീക്ക് ഞാൻ നെക്സ്റ്റ് വീക്ക് ഇപ്പോൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഫ്രൈഡേ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ സെപ്റ്റംബറിന് പകരം നമ്മൾ ഓഗസ്റ്റ് 24 അല്ല, എൻ്റെ തൊട്ടടുത്തുള്ള ഓഗസ്റ്റ് 31 ആണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ജസ്റ്റ് അറ്റ് ദ മണിയുടെ കോളും സെല്ല് ചെയ്യും, അറ്റ് ദ മണിയുടെ പുട്ടും സെല്ല് ചെയ്യും. എന്നിട്ട് ഏകദേശം എത്ര പോയിൻ്റ് ഡിസ്റ്റൻസിലാണ് നമ്മൾ പറഞ്ഞത്? ഏകദേശം 4000 പോയിൻ്റ് ഡിസ്റ്റൻസിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹെഡ്ജ് കൊടുക്കും. എവിടെയാണ്? 4000 പോയിൻറ്റ്സ് എവേ പോവും. അപ്പോൾ 44,000 ആണെങ്കിൽ എവിടെയാണ് നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യേണ്ടത്? 48,000 എന്ന് പറയുന്ന സ്പോട്ടിൽ പോയിട്ട് വളരെ ചെറിയൊരു എമൗണ്ടിൻ്റെ ഹെഡ്ജ് അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് 44,000 ഹെഡ്ജ് കൊടുക്കുകയാണ്. 44,000 പുട്ട് ഓപ്ഷന് ബൈ കൊടുത്ത് നമ്മൾ ഹെഡ്ജ് ഹെഡ്ജ് കൊടുത്ത് നമ്മളത് ഇത് 45,800 ആയിട്ടുള്ളൂ അല്ലേ? യെസ്, ഇവിടെയല്ല. 44,000 എന്ന് പറയുമ്പോൾ പിന്നെ ഒരു 4,000 പോയിന്റ് എന്ന് പറയുമ്പോൾ 48,000 ആണ്. അപ്പോൾ ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഡിസ്റ്റൻസിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു വലിയ ഡ്രോ ഡൗൺ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. വലിയൊരു ഡ്രോ ഡൗൺ ആണ്, 50,000 രൂപയുടെ ഡ്രോ ഡൗൺ ഒക്കെയാണ് കാണിക്കുന്നത്. നമ്മുടെ മാക്സ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 9,000 രൂപയാണ്. പക്ഷേ നമുക്ക് ഒരു ഹ്യൂജ് റേഞ്ച് മാർക്കറ്റിൽ ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു വെള്ളിയാഴ്ച ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പ്രീമിയം കിട്ടുകയും നല്ലൊരു പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. എന്നാൽ ഇവിടെ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഡ്രോ ഡൗൺ ഉണ്ട് എങ്കിലും നമുക്ക് മികച്ച ഒരു റിട്ടേൺ നമുക്കുണ്ട്. അപ്പോൾ ഒരു 3-4 മാസത്തെ ഡ്രോ ഡൗൺ എമൗണ്ട് എക്സ്ട്രാ വയ്ക്കുക. അപ്പോൾ ഒരു 2 ലക്ഷം രൂപയോ 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളൊരു ഫണ്ട് കൊണ്ട് മാത്രം ഈ ഒരു ട്രേഡ് ചെയ്ത് മന്ത്ലി റെഗുലറായിട്ട് ചെയ്താൽ ഉള്ളൊരു വളരെ മികച്ച ഒരു പ്രോഫിറ്റ്സ് തന്നെ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. എങ്ങനെയുണ്ട് ഈ സ്ട്രാറ്റജി? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഉറപ്പായിട്ടും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. സിമുലേറ്റേഴ്സ് പോലുള്ള അടിപൊളി ടൂളുകൾ ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇനിയും എന്ത് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റ്സിനെ ലോക്ക് ചെയ്യാൻ കൂടി പറ്റും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്പോട്ടിൽ ഈ പറയുന്ന എക്സ്പയറി ഡേയിൽ രാവിലെ തന്നെയൊക്കെ മാർക്കറ്റ് വന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ 50% കൂടുതൽ പ്രോഫിറ്റ് ഓൾറെഡി വന്നുവെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്തെടുക്കുന്നതിന് പകരം പുതിയ ഹെഡ്ജുകൾ കോൾ സൈഡിലും പുട്ട് സൈഡിലും ഹെഡ്ജുകൾ അടുപ്പിച്ച് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഫിറ്റ്സിനെ ലോക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹെഡ്ജുകളെ ഇൻസൈഡിലോട്ട് മാറ്റുക. ജസ്റ്റ് ഒരു 100 പോയിന്റോ 200 പോയിന്റോ മാത്രം സെൽ ലെവലിൽ നിന്ന് ഹെഡ്ജ് ഡിസ്റ്റൻസിൽ പുതിയ ബൈസ് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ പൊസിഷൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. മാർക്കറ്റ് പിന്നെ എങ്ങോട്ട് പോയാലും നമുക്ക് കിട്ടിയ പ്രോഫിറ്റിനെ ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, സിമുലേറ്റ് ചെയ്ത് നോക്കുക, ചെറിയ ലോഡ്സിൽ ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ വലിയ ക്യാപിറ്റലിന് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസിനെ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.